ഹലോ എവരി വൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോസ് തിയറത്തിന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ ഗോസ് തിയറത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെല്ലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷെല്ല് എന്ന് പറഞ്ഞാൽ ഹോളോ സ്ഫിയർ ലൈക്ക് ഫുട്ബോൾ. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു ഷെല്ല് കൺസിഡർ ചെയ്തു. നമ്മൾ ഹോളോസ്ഫിയർ കൺസിഡർ ചെയ്തു. ഈ ഹോളോസ്ഫിയറിൽ ചാർജ് ക്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് യൂണിഫോം ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. എനിക്ക് കാണേണ്ടത് ഈ ഒരു സ്പെറിക്കൽ ഷെല്ല് പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് എനിക്ക് കാണേണ്ടത്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഈ ഷെല്ലിന്റെ സെന്ററിൽ നിന്ന് സ്മോളർ ഡിസ്റ്റൻസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത് ഗോസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗോസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഗോഷ്യൻ സർഫസ് വേണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു സ്പെറിക്കൽ ആയിട്ടുള്ള ഗോഷ്യൻ സർഫസ് ഞാൻ കൺസിഡർ ചെയ്തു. റെഡിയാണല്ലോ. അപ്പൊ നമ്മൾ ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ബൈ ഗോസ് തിയറം. എന്താ ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ? എന്താ? സർഫസ് ഇന്റഗ്രൽ ക്ലോസ്ഡ് E dot dA equal to 1 by epsilon 0 into sigma q. ഈ ഡി എക്ക് പകരം ഡി എസ് എന്നും യൂസ് ചെയ്യാറുണ്ട്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇ ഡോട്ട് ഡി എന്തായിരിക്കും? ഇ ഡി എ കോസ് തീറ്റ. നമ്മളത് എഴുതാൻ പോവാണ്. സർഫസ് ഇന്റഗ്രൽ ക്ലോസ്ഡ് E dA cos theta equal to 1 by epsilon 0 into sigma q, where theta is the angle between electric field lines and area vector. Electric field lines and area vector. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ ഗോഷ്യൻ സർഫസിൽ ഒരു സ്മോൾ ഏരിയ ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഗോഷ്യൻ സർഫസിൽ ഒരു സ്മോൾ ഏരിയ ഞാൻ കൺസിഡർ ചെയ്തു. ആ ഏരിയനെ ഞാൻ ഡി എ എന്ന് വിളിച്ചു. ഈ ഏരിയയുടെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക, അല്ലെ? നമ്മൾ പറഞ്ഞതാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഏരിയക്ക് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഏരിയ എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഏരിയ വെക്ടർ. ഇപ്പൊ ഇതാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഏരിയ വെക്ടർ ഉണ്ടാവുക. നമുക്കറിയാം ഇവിടെ ഉള്ളതൊക്കെ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ ഉള്ള എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജിന് ഫീൽഡ് ലൈൻസ് എങ്ങനെ പോവുക? നോർമലി ഔട്ട്വാർഡ് ആയിരിക്കും ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പൊ ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് എന്ത് വരുന്നുണ്ടാവും? ഫീൽഡ് ലൈൻസ് വരുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു ഹിയർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് ഫീൽഡ് ലൈൻസ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ഫിഗർ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നോക്കണേ, ഇപ്പൊ ഞാൻ എൻ്റെ ബ്ലൂ മാർക്കർ ഏരിയ വെക്ടറും ബ്ലാക്ക് ഫീൽഡ് ലൈൻസും എടുത്താൽ തമ്മിൽ ആംഗിൾ എന്താണ്? 0 ഡിഗ്രിയാണ്. എന്താണ്? 0 ഡിഗ്രി. അതായത് ജസ്റ്റ് ഫിഗർ തന്നെ മനസ്സിലാവും. തമ്മിൽ ആംഗിൾ എന്താണ്? 0 ഡിഗ്രിയാണ്. അപ്പൊ തീറ്റന്റെ വാല്യൂ എന്താണ്? 0 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സർഫസ് ഇന്റഗ്രൽ E dA cos 0 equal to 1 by epsilon 0 into sigma q എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്. ഈ ഗോഷ്യൻ സർഫസിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എന്താ? ഈ ഗോഷ്യൻ സർഫസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജ് എന്താണ്? q ആണ്. q ആണ്. cos 0 ന്റെ വാല്യൂ 1 ആണ്. അപ്പം കൊടുത്താൽ സർഫസ് ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ക്ലോസ്ഡ് E dA equal to q by epsilon 0.
അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഗോഷ്യൻ സർഫസ് ഈസ് സെയിം. അതായത് ഈ ഗോഷ്യൻ സർഫസിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റഗ്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ അത് പുറത്തെടുത്തു. സർഫസ് ഇന്റഗ്രൽ ക്ലോസ്ഡ് dA ഈക്വൽ ടു Q/ε0. റെഡിയാണല്ലോ? മുകളിൽ വായിക്കുന്നത് dA is the small area on the Gaussian surface. അല്ലെ? dA എന്ന് പറയുന്നത് ഈ ഗോഷ്യൻ സർഫസിലെ ഒരു സ്മോൾ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ dA എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഏരിയ ഓഫ് ദി ഗോഷ്യൻ സർഫസ്. ഇവിടെ എന്താണ് നമ്മൾ ഗോഷ്യൻ സർഫസ് ആക്കി എടുത്തിട്ടുള്ളത്? സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 4πr². അപ്പോൾ E into 4πr² equal to Q/ε0. അല്ലേ? അങ്ങനെ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 1/4πε0 Q/r² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. ഇനി നിങ്ങൾ നോക്കാം, ഈ P എന്ന് പറയുന്ന പോയിന്റ് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ എവിടുത്തെ പോയിന്റ് ആണ്? ഔട്ട്സൈഡിലെ പോയിന്റ് അല്ലേ? നമുക്ക് പറയാം. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക? ഈ ഔട്ട് എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ പഠിക്കുക, ഒരു സ്ഫെറിക്കൽ ഷെല്ല് കൊണ്ട് ഔട്ട്സൈഡിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണെന്ത്? 1/4πε0 Q/r² എന്നുള്ളത്. ഇനി അടുത്തതായി നമ്മള് ഈ ഷെല്ലിന്റെ സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ നോക്കാം. ഈ അറ്റ് സർഫസ് എന്താ വരിക? സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഈ ഔട്ട് സൈഡിൽ എന്ത് മാറ്റം ഉണ്ടാവുക? എന്ത് മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ സ്മോൾ ആറിന്റെ വാല്യൂ എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ആർ ആയിട്ട് മാറും. അപ്പൊ ജസ്റ്റ് കൊടുത്താൽ മതി 1/4πε0 Q/r². അവിടെയാണല്ലോ? ഇതാണ് ഈ അറ്റ് സർഫസ് ഓഫ് ദി സ്ഫെറിക്കൽ ഷെൽ. ഇനി ഈ അറ്റ് സർഫസ് നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാൻ പറ്റും. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേമിൽ എഴുതാൻ പറ്റും. സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പൽ എന്താണ്? സിഗ്മ എന്നുള്ളതാണ്. എന്തിനെ സൂചിപ്പിക്കുന്നത്? സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളതാണ്. ഇവിടെ ജസ്റ്റ് നോക്കണേ, ഞാൻ എംപ്ലോയ് ചെയ്ത 4πr² എന്നാണ്. എന്താ 4πr² എന്ന് പറഞ്ഞാല് എന്താണ്? സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ്. അപ്പൊ എന്താ എന്ത് വരും പറ? Q/ഏരിയ. എന്താണ്? Q/ഏരിയ. അതായത് ചാർജ് പെർ ഏരിയ എന്തായിട്ട് മാറും? സിഗ്മ ആയിട്ട് മാറും. അപ്പോൾ ഈ അറ്റ് സർഫസ് ഈക്വൽ ടു, ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, സിഗ്മ ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് മാറും? Q/4πr². അല്ലെ? ഇവിടെ അതല്ലേ വരിക? അപ്പൊ ഞാൻ അതിന് പകരം ഇവിടെ ജസ്റ്റ് എഴുതി σ/ε0. റെഡിയാണല്ലോ? ജസ്റ്റ് ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ഏരിയ എന്നാണ്. സിഗ്മ ഈക്വൽ ടു Q/4πr². കാരണം എന്താണ്? ഒരു സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ഏരിയ എന്താണ്? 4πr² ആണ്. നിങ്ങൾ ഇക്വേഷൻ നോക്കുക, ഞാൻ ഇവിടെ 4πr² അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് Q/4πr². അപ്പൊ അതിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു? സിഗ്മ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ അറ്റ് സർഫസ് ഈക്വൽ ടു σ/ε0. അപ്പൊ നമ്മള് ഔട്ട്സൈഡ് പറഞ്ഞു, സർഫസ് പറഞ്ഞു. ഇനി നമുക്ക് എന്തും കൂടി വേണം? ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡിലെ പോയിന്റ് കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ നോക്കാം. ഈ അറ്റ് ഇൻസൈഡ്. അല്ലെ? അപ്പോ ഈ അറ്റ് ഇൻസൈഡ് എനിക്ക് ഈ പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ഞാൻ ഡോട്ട് ചെയ്തുള്ള പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. നമുക്കറിയാം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഗോസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഗോസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
ഗോഷ്യൻ സർഫസ് വേണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഗോഷ്യൻ സർഫസ് ഞാൻ കൺസിഡർ ചെയ്തു. റെഡി ആണല്ലോ? അപ്പൊ നോക്കുക, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഗോഷ്യൻ സർഫസ് അല്ലേ. ഈ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ചാർജ് ഒക്കെ ഉള്ളത് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ, സ്ഫെറിക്കൽ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഉള്ളെന്തായിരിക്കും? പൊള്ളയായിരിക്കും. അതിനുള്ളിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ചാർജ് എവിടെ മാത്രമേ ഉള്ളൂ? സർഫസിൽ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ എന്തില്ല? ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഈസ് 0. റെഡി ആണല്ലോ? അപ്പൊ ഇത് എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് വായിക്കുന്നുണ്ട്. എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അതായത് നിങ്ങൾക്കൊരു ഷെല്ല് തരും. അതിന് നിങ്ങളോട് പറയും Q എന്ന ചാർജ് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇതിന്റെ റേഡിയസ്, ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എന്ത് ക്യാപിറ്റൽ R എന്നത്. എന്നിട്ട് നിങ്ങളോട് പറയും ഇവിടുത്തെ ഒരു പോയിന്റ് തരും, A എന്ന് പറയുന്ന പോയിന്റ്. ഈ A എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ സെന്ററിൽ നിന്ന് സ്മോളർ ഡിസ്റ്റൻസിലാണ്. അടുത്തൊരു പോയിന്റ് ഉണ്ടാവും B എന്ന് പറഞ്ഞ പോയിന്റ് ഇതിന്റെ സർഫസിലാണ്. അടുത്തൊരു പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റ് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡിലാണ്. നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് A, what is the value of electric field at P, what is the value of electric field at C എന്ന് ചോദിക്കും. E at B എന്തായിരിക്കും? B എന്ന് പറഞ്ഞ പോയിന്റ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ എവിടെയാണ്? സർഫസിലാണ്. അപ്പോൾ E at B equal to 1/4πε0 Q divided by capital R square അല്ലേ. ഇനി E at C എന്തായിരിക്കും? C എന്ന് പറഞ്ഞ പോയിന്റ് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ എവിടെയാണ്? ഇൻസൈഡിലാണ്. ഇൻസൈഡിൽ എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക? 0 ആണ് വരിക. ഇനി ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നമുക്ക് ഗ്രാഫിക്കലായിട്ടും കാണിക്കാവുന്നതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ അടുത്തതായിട്ട് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ ഗ്രാഫിക്കലായിട്ട് കാണിക്കാൻ പോവാണ്. അതിനായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു. വൈ ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് എടുത്തു E. അതുപോലെ എക്സ് ആക്സിസിൽ എന്തെടുത്തു? ഡിസ്റ്റൻസ് ആറും എടുത്തു. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി വൈ ആക്സിസിൽ നമ്മളൊരു സ്ഫെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്തു. അതിന്റെ സെന്റർ മാർക്ക് ചെയ്തു, ഡോട്ടായിട്ട് അതിന്റെ സെന്റർ എടുത്തു. അതുപോലെ റേഡിയസ് ക്യാപിറ്റൽ ആറും എടുത്തു. ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. അതായത് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ സെന്റർ മുതൽ സർഫസ് എത്തുന്നത് വരെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഉള്ളൂ? സർഫസിൽ മാത്രമേ ഉള്ളൂ. അതായത് സെന്റർ മുതൽ സർഫസ് എത്തുന്നത് വരെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് ഞാൻ കാണിക്കാൻ പോവാണ്. സെന്റർ മുതൽ സർഫസ് എത്തുന്നത് വരെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നീട് സർഫസിൽ എത്തുമ്പോൾ മാത്രം എന്തുള്ളൂ? അതിന് ഇലക്ട്രിക് ഫീൽഡിന് വാല്യൂ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. സർഫസ് എത്തുമ്പോൾ അതിനെന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ട്? വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഇൻസൈഡും പറഞ്ഞു, സർഫസും പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത് എന്ത് വേണം? ഔട്ട്സൈഡ് പറയണം. ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? ഈ ഔട്ട്സൈഡ് ഈക്വൽ ടു 1/4πε0 Q/r² എന്നാണ്. അതായത് ഈ വാരി ചെയ്യുന്നത് ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആയിട്ടാണ് അല്ലെ. ചെറിയ ക്ലാസ് മുതൽ പഠിച്ചതാണ് y ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു x²ന്റെ ഗ്രാഫ് എങ്ങനെയാണ്? ഈ ഷേപ്പ് ആണ് അല്ലെ. ഇതേ സ്റ്റൈലല്ലേ ഇതുള്ളത് അല്ലേ. അപ്പൊ ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷന്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.